ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടമാണോ? അല്ല കഴിച്ചിട്ടുണ്ടോ? അവക്കറിയാം. കൊറച്ചൊക്കെ ഉണ്ട്. അച്ചാർ പോലെ ഇങ്ങനെ അല്ലേ? അവക്ക് അച്ചാറേ അറിയോ. ഈ ഉപ്പിലിട്ട മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വലിയ സംഭവം. അത് ഈ കോഴിക്കോട് മറ്റേ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴേ. അത് തൃശ്ശൂരാണ്. ഉപ്പുമാങ്ങ ഭരണിയുണ്ട്. ആ ഭരണിക്കകത്തോട്ട് ഒരു സീസൺ ആകുമ്പോ ഈ ഉപ്പുമാങ്ങ ഇട്ടിട്ട് ഉപ്പും ഒക്കെ ഇട്ട് അടച്ചു വെക്കും. എന്നിട്ട് അതൊരു നല്ല, അതായത് ഇങ്ങനെ പിഴിയുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് അതിനെ വെളിയിൽ എടുത്ത് വെക്കും. എന്നിട്ട് ഒരു തൂശനില അല്ലേ, അങ്ങനെയൊക്കെ പാട്ടുണ്ടല്ലോ. ഒരു തൂശനിലയിലോട്ട് മുറിച്ച് വെച്ച് എന്നിട്ട് അതിൽ നല്ല തുമ്പപ്പൂ എന്നിട്ട് തുമ്പപ്പൂ ചോറൊക്കെ വിളമ്പിട്ട് 1, 2, 3 ഒരുപാടൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അവിയല്, തോരന്, അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഈ ഒരു ഉപ്പുമാങ്ങ ഒരു സൈഡിൽ. അത് ഇത്രയേ കാണത്തുള്ളൂ, വലുതല്ല. കയ്യിലിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കൈയുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരണം. എന്നിട്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് പക്ഷെ ഒരു കഷ്ണം മീൻ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സദ്യയുടെ കൂടെയോ? അല്ല, സദ്യയല്ല ഇത് ഒരു മൂട്. എന്നിട്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സ്വല്പം ചോറും കുറച്ച് തൈരും ഒരു ഇത്തിരി രസവും എന്നിട്ട് ഇതും കൂടെ എന്നോട് പിഴിഞ്ഞിട്ട് പിന്നെ ഈ മാങ്ങ എടുത്ത് അങ്ങോട്ട് പിഴിയുക. എന്നിട്ട് ഇത്തിരി ഉപ്പും മുളകും കൂടെ ഉടച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി. വെള്ളം വന്നോ? എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇങ്ങനെ MG ഇങ്ങനെ പറയല്ലേ, അപ്പൊ എനിക്ക് കൊതി വരും. അത് ആര് പറഞ്ഞാലും അതൊരു അല്ലേ, പിന്നെ ചിലര് കഥ പറയുന്ന പോലെ ഇങ്ങനെ പറയും. അതൊരു പ്രത്യേക രസം, നമ്മളത് വിഷ്വലി കാണും. എന്ന് പറയുമ്പോ റാണിക്കുഞ്ഞെ എങ്ങനെയാടാ ഇങ്ങനെ പാടാൻ പറ്റണം, അഭിനയിച്ച് ഒരു ലിറിക്സ് പോലും തെറ്റാ നല്ല സൂപ്പറായിട്ട്. ഇപ്പൊ പഠിച്ചങ്ങാണ്ട് പാട്ടാണ്. ഇവര് പണ്ട് തൊട്ടേ പണ്ട് തലമുറ കൈമാറി വന്ന ഒന്നും അറിയാത്ത ആൾക്കാരാ. ഇപ്പൊ ഈ തലമുറയിൽ പെട്ടെന്ന് കിട്ടിയ ഒരു പാട്ടാ അവർക്ക്. കലക്കി റാണിക്കുഞ്ഞെ എന്റെ മുറ്റ ഉമ്മ ഇങ്ങോട്ട് വരരുത്, ഞാൻ ഇങ്ങോട്ട് വന്നാ കടിച്ചു പറിക്കും. പറയാൻ പറ്റത്തില്ല കേട്ടോ, എന്റെ അടുത്തൂടെ പോയേക്കല്ലേ. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. റാണിയെ കുഞ്ഞെ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. വിരുന്നുകാരൊക്കെ വരാറുണ്ടോ വീട്ടില്? അതേ ഉള്ളൂ, കുറച്ചൊക്കെ. വിരുന്ന് വരുന്നതിൽ ആര് വരാനാ കൂടുതൽ ഇഷ്ടം? എല്ലാവരും വരുന്ന ഇഷ്ടാണ്. എന്നാലും പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് വരുന്നവര്. അങ്ങനെയല്ല, വിരുന്നുകാര് വന്നാ മതി അല്ലേ? ആരെങ്കിലും വരണം അല്ലേ? എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടോ വിരുന്നുകാര് വരുമ്പോ? കൊണ്ടുവരാറുണ്ട്. മുട്ടായി, ബിരിയാണി ഇതൊക്കെ കൊണ്ടുവരും അല്ലേ? എന്താണ് ഏറ്റവും ഇഷ്ടം? മധുരം, അങ്ങനത്തെ മധുരം. കൊണ്ടുവരും അല്ലേ? അത് ശരി. അവർക്ക് എന്താ കൊടുക്കുന്നത്? നമ്മുടെ സ്പെഷ്യൽ വീട്ടിൽ ചായ. അമ്മയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും? തലശ്ശേരിയിലെ സ്പെഷ്യൽ എന്തേലും? തലശ്ശേരിയിൽ ഇഷ്ടംപോലെ ഫുഡിന്റെ സ്ഥലമല്ലേ? കൊറേ ഉണ്ട്. തളിപ്പറമ്പ്. എന്നാലും കണ്ണൂരായാലും ശരി, തലശ്ശേരി ആയാലും തളിപ്പറമ്പായാലും ആ ഭാഗത്ത് മുഴുവൻ ഫുഡിന്റെ സ്ഥലമാണ്. പല പല വെറൈറ്റി. അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യല് അവിടെയാണ് റമി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 വിഭവം കാണും. കല്ലുമേക്കാട് തന്നെ ഒരു 5 എണ്ണം, പിന്നെ എന്തൊക്കെയോ പേരില്, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള. നേരെ മറിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോ വല്ലതും അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിടും കടയില് ഒരു വാഴയ്ക്കപ്പോ ഒരു വടയും. ഓക്കെ, പാട്ട് കലക്കി കേട്ടോ. താങ്ക് യു. അസലായിട്ട് പാടി, വെരി ഗുഡ്. ഓക്കെ റാണിയെ കുട്ടി, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.